ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി യൂണിറ്റ് 2ലെ 3ാമത്തെ പാഠഭാഗമാണ്. അപ്പോൾ യൂണിറ്റിൻ്റെ പേര് നിങ്ങളും ഈ യാത്രതൻ വിസ്മയങ്ങൾ. അതിലാദ്യത്തെ പാഠഭാഗം പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ, രണ്ടാമത്തേത് ലളിതാംബിക അന്തർജനത്തിൻ്റെ നക്ഷത്രം. മൂന്നാമത്തെ ഒരു കവിതയാണ്. കവിത എഴുതിയിരിക്കുന്നത് ONV കുറുപ്പാണ്. കവിതയുടെ പേരാണ് എന്നുമീ യാത്ര. ഓക്കെ, എല്ലാ പാഠഭാഗത്തിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസറും പാഠഭാഗ വായനയും വായിച്ചിട്ട് അർത്ഥം പറയാനും അങ്ങനെ പൂർണ്ണമായിട്ടുള്ളൊരു വിശകലനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരുപാട് വീഡിയോസ്, അതായത് 7ാം ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം പുതിയ ടെക്സ്റ്റാണ്. അപ്പോൾ ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി തുടങ്ങിയ എല്ലാ പാഠഭാഗത്തിൻ്റെയും വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സയൻസിൻ്റെയൊക്കെ സാമൂഹ്യശാസ്ത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലർ പറയും മലയാളം മീഡിയം ഇല്ല, ഇംഗ്ലീഷ് മീഡിയം ഇല്ല, അതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് സെർച്ച് ചെയ്യുമ്പോൾ ക്ലാസ് 7 സോഷ്യൽ സയൻസ് ഓൺലൈൻ ക്ലാസ് എന്നും കൂടി യൂട്യൂബ് ചാനലിൻ്റെ പേര് കൂടി ചേർത്ത് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് എന്ന യൂട്യൂബ് ചാനലെടുത്ത് അതിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. പ്ലേലിസ്റ്റിൽ സബ്ജക്റ്റ് വൈസ് ആയിട്ട് തന്നെ ഉണ്ട്. ക്ലാസ് 7 ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ എന്നും ഈ യാത്ര എന്നത് ONV കുറുപ്പിൻ്റെ ഒരു പ്രസിദ്ധമായൊരു കവിതയാണ്. ആ പാഠത്തിൻ്റെ ആദ്യം തന്നെ നിങ്ങൾ കാണും, ഓർമ്മകളും അനുഭൂതികളും നാളെകളെ കൂടുതൽ പ്രകാശപൂരിതമാക്കും. ഇന്നലെയുടെ നൊമ്പരങ്ങളെ നാളെയുടെ നാമ്പുകളാക്കി മാറ്റാം, കുറവുകളെ നിറവുകളാക്കാം. ഓക്കെ, അങ്ങനെ ഒരു കുറിപ്പിലൂടെയാണ് ഈ ഒരു പാഠഭാഗം. നമുക്ക് ആ ഒരു കുറിപ്പിൻ്റെ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്നും ഈ യാത്ര എന്ന പാഠഭാഗം വായിക്കാം, അർത്ഥം പറയാം, എന്നിട്ട് നമുക്ക് മുഴുവൻ പ്രവർത്തനങ്ങളും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ചല്ലോ, ഓർമ്മകളും അനുഭൂതികളും നാളെകളെ കൂടുതൽ പ്രകാശപൂരിതമാക്കും, ഇന്നലെയുടെ നൊമ്പരങ്ങളെ നാളെയുടെ നാമ്പുകളാക്കി മാറ്റാം, കുറവുകളെ നിറവുകളാക്കി മാറ്റാം, കുറവിനെ നിറവാക്കി മാറ്റാം. അപ്പോൾ എന്താണ് അനുഭവങ്ങൾ എന്നാൽ ഉലയിലിട്ട പൊന്നുപോലെയാണ്. ജീവിതത്തെ തിളക്കമുള്ളതാക്കി മാറ്റാൻ അനുഭവങ്ങൾക്കും അനുഭൂതികൾക്കും കഴിയുന്നു. ദുഃഖങ്ങളും കുറവുകളും നാളേക്കുള്ള സുഖത്തിനും നിറവിനുമുള്ള വഴികാട്ടിയായി മാറേണ്ടവയാണ്. അതാണ് ജീവിതയാത്ര. ഇപ്പോൾ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖങ്ങൾ നിറഞ്ഞതാണ്. ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടാവല്ലേ. ആ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കി മാറ്റുന്നത്. അപ്പം ധാരാളം അനുഭവങ്ങൾ കൂടി കടന്നു പോവുക. നല്ലതും നന്നല്ലാത്തതുമായ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവും. എന്നിട്ടെല്ലാം ഒരു പാഠമായി കാണാൻ ശ്രമിക്കൂ. അപ്പോൾ ധാരാളം അനുഭവങ്ങൾ കൂടി കടന്നു പോവുക. നല്ലതും നന്നല്ലാത്തതും ആയ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ടെല്ലാം ഒരു പാഠമായി കാണാൻ ശ്രമിക്കുക. വിഷമെന്ന് കരുതുന്നത് അമൃതമാണ്, അമൃതമെന്ന് ധരിച്ചത് വിഷവും എന്ന സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ജീവിതം കൂടുതൽ തെളിവാർന്നതായി തീരട്ടെ. ഓരോ അനുഭവങ്ങൾ നമുക്ക് കാലം കഴിയുന്തോറും ഓരോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. കാലം കഴിഞ്ഞിട്ടല്ല, നല്ല കാലത്ത് തന്നെ വേണ്ടത് തോന്നണം. നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കണ്ട ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടൊന്നല്ല നമ്മൾ നല്ലത് തോന്നേണ്ടത്. ഓരോ അനുഭവങ്ങളിൽ നിന്നും ഓരോ പാഠങ്ങളാണ്. അത് നമ്മൾ വേണ്ട സമയത്ത് തന്നെ ഉൾക്കൊള്ളണം. ഓക്കെ, നല്ല കാലത്ത് തന്നെ വേണ്ടത് തോന്നണം ഓരോ അനുഭവവും. അപ്പോൾ നമുക്കിനി പാഠഭാഗത്തിലേക്ക് കടക്കാം. എന്നും ഈ യാത്ര. ഇന്നലകളുടെ ഓർമ്മകൾ ഇന്നിൻ്റെ നിലനിൽപ്പിനും നാളേക്കുള്ള യാത്രയ്ക്കും എങ്ങനെ പ്രചോദനമാകുന്നു എന്ന് കവി അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് വായിച്ചു നോക്കാം. ONV കുറിപ്പിൻ്റെ എന്നും ഈ യാത്ര എന്നത് ഒരു യാത്രയാണ്, ഒരു ജീവിത യാത്രയാണ്. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് പല പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. ശൈശവകാലമുണ്ടാവും, ബാല്യകാലമുണ്ടാവും, അത് കഴിഞ്ഞ് കൗമാരം, പിന്നെ യൗവനം, പിന്നെ വാർദ്ധക്യം, അങ്ങനെ പല പല ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യൻ്റെ ജീവിതയാത്ര തുടർന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ കാലം എന്ന് പറയുന്നത് ഓരോ കാലവും നമ്മുടെ ഓരോ ജീവിതത്തിന് അതിർവരമ്പിടാണ്. അതായത് ശൈശവകാലം കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കഴിഞ്ഞു, അതിന് അതിർവരമ്പാണ്.
പിന്നെ നമ്മൾ എന്താണ് ബാല്യകാലത്തിലേക്ക് കിടക്കേണ്ടത്. അപ്പോൾ നമുക്കൊരിക്കലും ശൈശവത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അങ്ങനെ ഓരോ കാലത്തിനും എന്താണ് കാലം ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിനും അതിർവരമ്പ് ഇടുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം, കാലം ജീവിതത്തിന് അതിർവരമ്പ് ഇടുന്നു, എന്നാൽ അതിനെ ലംഘിച്ച് കാലാതീതരായി യാത്ര ചെയ്യുന്നവരാണ് കവികൾ. അപ്പോൾ കവികളെ സംബന്ധിച്ച് ഈ കാലമൊന്നും പ്രശ്നമില്ല, അവരിങ്ങനെ സ്വപ്നമാകുന്ന ഈ യാത്ര അങ്ങനെ തുടരുകയാണ്. മനുഷ്യവംശത്തിൻ്റെ തന്നെ യാത്രയെ ആവിഷ്കരിക്കുന്ന കവിതയാണ് ONV കുറുപ്പിൻ്റെ എന്നും ഈ യാത്ര. അപ്പം ജീവിതം യാത്രയാണ് എന്ന ആശയം വളരെ പഴക്കമുള്ളതാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് ജീവിതം ഒരു യാത്ര പോലെയാണ് എന്നൊക്കെ. ശൈശവ, ബാല്യ, കൗമാര, യൗവന വാർദ്ധങ്ങളിലൂടെയുള്ള ജീവിതയാത്രയും വനജീവിതത്തിൽ നിന്ന് കൃഷിയിലൂടെ നാഗരികതയിലൂടെ ഉള്ള യാത്രയും ജീവിതയാത്ര എന്ന ആശയത്തിൻ്റെ അടിത്തറയാണ്. അപ്പോൾ നമുക്ക് 2 യാത്രയുള്ളൂ. ഒന്ന് നമ്മുടെ യാത്ര, നമ്മൾ ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് നമ്മൾ പോകുന്നു. എന്നാൽ മനുഷ്യവംശത്തിൻ്റെ ഒരു യാത്രയുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഷ്യലൊക്കെ പഠിച്ചതാണ്. മനുഷ്യന് വനജീവിതമായിരുന്നു, കാടിൻ്റെ മക്കളായിട്ടായിരുന്നു മനുഷ്യൻ ആദ്യം ജീവിച്ചത്. പിന്നെ കൃഷി ആരംഭിച്ചു, പിന്നെ നമ്മൾ നഗരജീവിതം തുടങ്ങി. അപ്പോൾ കൃഷിയിലൂടെ നാഗരികതയിലൂടെയുള്ള യാത്രയും ജീവിതയാത്ര എന്ന ആശയത്തിൻ്റെ അടിത്തറയാണ്. അപ്പോൾ ഇവിടെ യാത്ര എന്ന് ഉദ്ദേശിക്കുന്ന 2 തരം യാത്രയുണ്ട്. ഓക്കെ, ONVയുടെ എന്നും ഈ യാത്ര എന്ന കവിത ഈ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അപ്പം നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. എന്നും ഈ യാത്ര. എൻ പ്രിയ സ്വപ്നഭൂമിയിലൂടെ എന്നും ഈ യാത്ര ഞാൻ തുടരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സ്വപ്നഭൂമിയിലൂടെ ഞാൻ യാത്ര തുടരുകയാണ്. ആദിയില്ല, അന്തമില്ല, തളർച്ച ഏതുമില്ല, തുഴഞ്ഞു കയറുമ്പോൾ. ആദി എന്ന് പറഞ്ഞാൽ എന്താണ്? ആദി എന്ന് പറഞ്ഞാൽ തുടക്കം. അന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനം. ആദിയുടെ ഓപ്പോസിറ്റാണ് അന്തം. ആദി എന്ന് പറഞ്ഞാൽ തുടക്കം, അന്തം എന്ന് പറഞ്ഞാൽ അവസാനം. അപ്പോൾ ആദി ഇല്ല, അപ്പോൾ തുടക്കവും ഇല്ല, അവസാനവും ഇല്ല. തളർച്ച ഏതുമില്ല, എന്നാൽ തളർച്ചയുണ്ടോ? തളർച്ചയും ഇല്ല. ഈ യാത്രയിൽ അല്പം തളർച്ചയും ഇല്ല, തുഴഞ്ഞു കയറുമ്പോൾ. അപ്പോൾ ആ ജീവിതം അങ്ങനെ, ജീവിതം എന്ന യാത്രയ്ക്ക് തുടക്കവും ഒടുക്കവും അല്പം തളർച്ചയും ഒന്നുമില്ല, മുന്നിലേക്ക് ഇങ്ങനെ തുഴഞ്ഞു പോവുകയാണ്. എൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തുന്ന മുന്തിരി നീരിന് എന്തൊരു വീര്യം. എൻ്റെ ഉള്ളിൽ നുരഞ്ഞു പൊന്തുന്ന മുന്തിരി നീരിൻ്റെ വീര്യം പറഞ്ഞറിയിക്കാനാവില്ല എന്നതാണ്. ഇവിടെ പതഞ്ഞു പൊന്തുന്ന മുന്തിരി നീരിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പാഠഭാഗ ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നലെ പോയി മറന്നവരെല്ലാം ഇന്ന് ഉയർത്തെഴുന്നേൽക്കുന്നിൽ. ഇന്നലെ പോയി മറന്നവരല്ല, അതായത് ഇന്നലെ എൻ്റെ ചുറ്റിൽ നിന്നും പോയി മറന്നവരെല്ലാം എൻ്റെ മുന്നിൽ ജീവനായിട്ട്, ശക്തിയായിട്ട് മുന്നിൽ വരികയാണ്. ഇന്നലെ അവർ പാടിയ സുന്ദരങ്ങളാം ഗാനങ്ങൾ, ഇന്നലെ അവർ പാടിയ രാഗസുന്ദരങ്ങളായ ഗാനങ്ങൾ എല്ലാം എൻ വിഭജിതൻ തന്തികൾ തോറും ഇന്ന് അദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പൂ. എൻ്റെ വീണ കമ്പിയിൽ ആരും കാണാത്ത പൂക്കളായി ഉണർന്ന് നിൽക്കുന്നു. അതായത് ഇന്നലെ അവർ പാടിയ ഗാനങ്ങളെല്ലാം ഇന്ന് എനിക്ക് നന്നായി വീണമീട്ട് പാടാൻ കഴിയുന്നു എന്നാണ് പറഞ്ഞത്. ഇന്നലെ പോയി മറഞ്ഞവരെല്ലാം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മരിച്ച് മൺമറഞ്ഞു പോയവർ. ഇന്ന് ഉയർത്തി എഴുന്നേൽക്കുന്നിതെന്നിൽ ഇന്നലെ അവർ പാടിയ ഗാനങ്ങളെല്ലാം എൻ വിഭജിത തന്തികൾ തോറും ഇന്ന് അദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പൂ. അപ്പോൾ വിഭജി എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭജി എന്ന് പറഞ്ഞാൽ വീണ. തന്തി എന്ന് പറഞ്ഞാൽ അറിയാലോ, വീണയിൽ ഉണ്ടാകുന്ന കമ്പി ഉണ്ടാവല്ലോ, അതിനെയാണ് തന്തി എന്ന് പറഞ്ഞത്. ഇവിടെ വിഭജി എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം. ഒന്ന് കൈവിരൽ തൊട്ടാലുളവാം വർണ്ണാമാതക മഞ്ജരി ലാസ്യം. മഞ്ജരി എന്ന് പറഞ്ഞാൽ പൂങ്കുല, ലാസ്യം എന്ന് പറഞ്ഞാൽ നൃത്തം. ഓക്കെ, മഞ്ജരി എന്ന് പറഞ്ഞാൽ എന്താണ്? പൂങ്കുല, ലാസ്യം എന്ന് പറഞ്ഞാൽ നൃത്തം. ഇന്നലെ ഇന്ന് നാളെയുമെല്ലാം എന്നിൽ ഇന്ന് ഒരേ ബിന്ദുവായി നിൽപ്പൂ. നിർവൃതിയുടെ പീയൂഷമൂറും നിത്യനിർമ്മലമാം ഒരു ബിന്ദു. പീയൂഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അമൃതം. ഓക്കെ, അപ്പോൾ എന്താണ്? എൻ വിഭജിതൻ തന്തികൾ തോറും ഇന്ന് അദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പൂ. അപ്പോൾ എൻ്റെ വീണയിൽ ആരും കാണാത്ത പൂക്കളായി ഉണർന്നു നിൽക്കുന്നതാണ് ആ സുന്ദരമായ ഗാനങ്ങൾ എന്നാണ് പറയുന്നത്. എൻ്റെ വീണയിൽ ഒന്ന് വിരൽ തൊട്ടാൽ തന്നെ എന്താണ്? മാദകത്വം തുളുമ്പുന്ന നിറമുള്ള പൂക്കുലകളുടെ ലാസ്യഭാവം, നൃത്തഭാവം തനിക്ക് കാണാം. വിധിയുടെ പീയൂഷമേറും നിത്യനിർമ്മലാം ഒരു ബിന്ദു. ഞാൻ അതിൻ്റെ അഗാധ തലത്തിൽ താണു വീണ്ടുയർന്നു നീന്തുന്നു. കാണാത്ത തീരങ്ങൾ മുന്നിൽ എൻ പ്രിയ സ്വപ്നഭൂമിയിലൂടെ എന്നും ഈ യാത്ര ഞാൻ തുടരുന്നു.
ഇന്ന് നാളെയുമല്ല, ഇന്നലെ, ഇന്ന്, നാളെ ഇതൊക്കെ ഒരു സത്യമാണ്. ഇതൊക്കെ എൻ്റെ മുന്നിൽ ഒരു ബിന്ദുവായി നിൽക്കുകയാണ്. നിർവൃതിയുടെ അമർത് ഊറി വരുന്ന നിർമ്മലമായൊരു ബിന്ദുവാണ് അത്. ഞാൻ ആ ബിന്ദുവിൻ്റെ അഗാധതലത്തിൽ, ആഴതലത്തിൽ ഞാൻ എന്താ ചെയ്യുന്നു? താഴുന്നു, ഉയരുന്നു, വീണ്ടും താഴുന്നു, അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. കാലമാകുന്ന മഹാമിഥ്യയെ വെന്നു എന്ന് പറഞ്ഞാൽ എന്താ? ജയിച്ചു. കാലമാകുന്ന മഹാമിഥ്യയെ ഞാൻ ജയിച്ചു. വെന്നു എന്ന് പറഞ്ഞാൽ ജയിച്ചു. കാണാത്ത തീരങ്ങൾ മുന്നിൽ, അതുവഴി ഇതുവരെ കാണാത്ത തീരങ്ങൾ ഞാൻ മുന്നിൽ കാണുകയാണ്. എൻ പ്രിയ സ്വപ്ന ഭൂമിയിലൂടെ ഞാൻ യാത്ര തുടരുന്നു. അഗ്നിശലഭങ്ങൾ ONV. അപ്പോൾ ഇനി നമുക്ക് വരികൾ കണ്ടെത്താം എന്നുള്ള ഒരു പ്രവർത്തനമാണ്. കവി തൻ്റെ കാവ്യശക്തിയെക്കുറിച്ച് അഭിമാനിക്കുന്നു. അത് സൂചിപ്പിക്കുന്ന ഏതാണ്? എൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തുന്ന മുന്തിരി നീരിൻ എന്തൊരു വീര്യം. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? കവിയുടെ കാവ്യശക്തിയെക്കുറിച്ചുള്ള അഭിമാനമാണ്. മൺമറഞ്ഞവർ പാടിയ ഗാനങ്ങൾ അനശ്വരങ്ങളാണ്. ഇന്നലെ അവർ പാടിയ രാഗസുന്ദരങ്ങളാം ഗാനങ്ങളെല്ലാം എൻ വിഭജിതൻ തന്തികൾ തോറും ഇന്ന് അദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്നലെ മൺമറഞ്ഞവർ പാടിയ ഗാനങ്ങളെല്ലാം അനശ്വരമാണ്. കവി കാലത്തെ അതിജീവിക്കുന്ന ഭാവനാലോകത്ത് സഞ്ചരിക്കുന്നു എന്നർത്ഥം വരുന്നത് എന്താണ്? കാലമാ മഹാമിഥ്യയെ വെന്നു കാണാത്ത തീരങ്ങൾ മുന്നിൽ എൻ പ്രിയ സ്വപ്നഭൂമിയിലൂടെ എന്നും ഈ യാത്ര തുടരുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. കവി കാലത്തെ അതിജീവിക്കുന്ന ഭാവനാലോകത്ത് യാത്ര തുടരുന്നു. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം. ജീവിതയാത്രയ്ക്ക് ഒടുക്കവും തുടക്കവും ഇല്ല, ആദി ഇല്ലന്തമില്ല, തളർച്ച ഏതുമില്ല, തുഴഞ്ഞു കയറുമ്പോൾ. എൻ്റെ അർത്ഥം എന്താണ്? ജീവിതയാത്രയ്ക്ക് തുടക്കവും ഒടുക്കവും ഇല്ല. ഇനി അടുത്തത്, ഇന്നലെയുള്ളവരും ഇന്നുള്ളവരും നാളെയുള്ളവരും പ്രിയങ്കരരായി മാറുന്നു. അതിന് അർത്ഥം വരുന്ന പാഠഭാഗം ഏതാണ്? ഇന്നലെ, ഇന്ന്, നാളെയുമെല്ലാം എന്നിലൊരേ ബിന്ദുവായി നിൽപ്പു. അടുത്ത ചോദ്യം നോക്കാം. പ്രയോഗ ഭംഗി കണ്ടെത്താം. വർണ്ണമാതക മഞ്ജരി ലാസ്യം എന്ന പ്രയോഗം കവിത നൽകുന്ന ആനന്ദത്തെയും കവിതയിലെ താളലയ ഭംഗിയെയും പൂർണ്ണമായ ആസ്വാദ്യതയെയും സൂചിപ്പിക്കുന്നു. ഇതുപോലെ കവിതാഭാഗത്ത് പ്രയോഗ ഭംഗി സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശദീകരിക്കും. പ്രയോഗ ഭംഗി. എൻ വിഭജിതൻ തന്തികൾ തോറും അദൃശ്യ പുഷ്പങ്ങൾ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ പ്രയോഗ ഭംഗി എന്താണ് ഉദ്ദേശിക്കുന്നത്? വീണക്കമ്പികളാകുന്ന ലതകളിൽ വിരിയുന്ന സ്വരങ്ങളാകുന്ന പുഷ്പങ്ങൾ. വീണയുടെ തന്തികൾ തോറും ഇന്ന് അദൃശ്യ പുഷ്പങ്ങളായി നിൽക്കുകയാണ്. മഞ്ജരി ലാസ്യം. ഇതെന്താണ്? കവിത നൽകുന്ന ആനന്ദവും കവിതയിലെ താളലയ ഭംഗിയും. ഒന്ന് വിരൽ തൊട്ടാൽ തന്നെ നിറവും താളഭംഗിയും കലർന്ന മുദ്ര നൃത്തഭാവം ഉളവാകുന്നു എന്ന് കവി പറയുന്നു. ഇനി അടുത്ത പതഞ്ഞു പൊന്തുന്ന മുന്തിരി നീര് ഒരു പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? കവിയുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന കവിത്വത്തിൻ്റെ ശക്തി തൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊങ്ങുന്ന കാവ്യലഹരിയാകുന്ന മുന്തിരി നീരിന് എന്തൊരു വീര്യമാണെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. പിന്നെ നമുക്ക് അടുത്തത് നോക്കാം. എന്നും ഈ ആദി അന്തമില്ല, തളർച്ച ഏതുമില്ല എന്നീ പ്രയോഗങ്ങൾ യാത്രയുടെ കാലത്തുടർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. കവി യാത്ര തുടരുന്നതും ഭൂമിയിലൂടെയാണ്. തലമുറകളുടെയും സംസ്കാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഈടുവയ്പ്പുകൾ നിറഞ്ഞതാണ് ഭൂമി ജീവിതം. അടുത്തൊരു പ്രയോഗ ഭംഗിയാണ് രാഗസുന്ദരങ്ങളാം ഗാനങ്ങൾ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ആനന്ദത്തിൽ ലയിപ്പിക്കുന്ന മനോഹരമായ ഗാനങ്ങളെയാണ് രാഗസുന്ദരങ്ങളാം ഗാനങ്ങൾ എന്നുദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് നിർവൃതിയുടെ പീയൂഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കവിത ആസ്വദിക്കുമ്പോൾ ലഭിക്കുന്ന പൂർണ്ണമായ സംതൃപ്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം ചർച്ച ചെയ്യാം, എഴുതാം. എൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തുന്ന മുന്തിരി നീരിൻ എന്തൊരു വീര്യം. ഈ വരികളിലൂടെ കവിതാരചനയെക്കുറിച്ച് എന്തെല്ലാം സൂചനകളാണ് കവി നൽകുന്നത്? ചർച്ച ചെയ്ത് കുറിപ്പെഴുതുക. കവികളുടെ മനസ്സിൽ രൂപപ്പെടുന്ന കാവ്യസങ്കല്പങ്ങളാണ് കവിതയായി വിരിയുന്നത്. ഈ കാവ്യസങ്കല്പങ്ങൾ കവിതാ രചനയ്ക്കുള്ള ഊർജം നൽകുന്നു. മനസ്സിൽ നിറഞ്ഞു പൊന്തുന്ന മുന്തിരിച്ചാറാണ് കവിത എഴുതാനുള്ള പ്രചോദക ശക്തി. കാവ്യസങ്കല്പങ്ങളെ മുന്തിരിച്ചാറിൻ്റെ പ്രചോദക ശക്തിയോട് സാദൃശ്യപ്പെട്ടിരിക്കുന്നു. കാവ്യസങ്കല്പങ്ങളിലൂടെയാണ് ഒരു കവിയുടെ മനസ്സിൽ കവിത രൂപം കൊള്ളുന്നത്. കവിയുടെ ഭാവനാശക്തി പതഞ്ഞു പൊന്തുന്ന മുന്തിരി നീര് പോലെ വീര്യമുള്ളതാണ്. മുന്തിരി നീര് മധുരമുള്ളതും വീര്യമുള്ളതും അതിലേറെ ഗുണമുള്ളതുമാണ്. തൻ്റെ കാവ്യശക്തിയെക്കുറിച്ചും ഭാവനയെക്കുറിച്ചും കവിത നൽകുന്ന ആനന്ദത്തെയും കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിശകലന കുറിപ്പാണ്. എന്നും ഈ യാത്ര എന്ന കവിതയെ കവി ജീവിതയാത്രയെ എങ്ങനെയെല്ലാമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? കാവ്യഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതുക.
ONVയുടെ എന്നും ഈ യാത്ര എന്ന കവിത ശൈശവ ബാല്യ കൗമാര യൗവനത്തിലൂടെ വാർദ്ധക്യത്തിലൂടെയുള്ള ജീവിതയാത്രയാണ്. എന്നും ഈ ആദി അന്തമില്ല, തളർച്ചയേതുമില്ല എന്നീ പ്രയോഗങ്ങൾ യാത്രയുടെ കാലത്തുടർച്ചയാണ് സൂചിപ്പിക്കുന്നത്. കവി യാത്ര തുടരുന്നതും ഭൂമിയിലൂടെയാണ്. തലമുറകളുടെയും സംസ്കാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഈടുവയ്പ്പുകൾ നിറഞ്ഞതാണ് ഭൂമി ജീവിതം. കാലം ജീവിതത്തിന് അതിർവരമ്പിടുന്നു, എന്നാൽ കവി അതിനെയും ലംഘിച്ച് കാലാതീതമായിട്ടാണ് യാത്ര പോകുന്നത്. ഇത് മനുഷ്യവംശത്തിൻ്റെ തന്നെ യാത്രയാണ്. അതിൻ്റെ പ്രതിനിധിയായി കവി നിൽക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട സ്വപ്നഭൂമിയിലൂടെ കവി യാത്ര തുടരുകയാണ്. ആ യാത്രയ്ക്ക് തുടക്കവും ഒടുക്കവും ഇല്ല. തളർച്ചയില്ലാത്ത ഈ യാത്രയിൽ കവിയെ ആനന്ദിപ്പിക്കുന്ന മുന്തിരിനീര് പോലെ വീര്യം പകരുന്ന കാവ്യസങ്കല്പങ്ങളാണ്. അപ്പോൾ തളർച്ചയില്ലാത്ത ഈ യാത്രയിൽ കവിയെ ആനന്ദിപ്പിക്കുന്നത് എന്താണ്? മുന്തിരിനീര് പോലെ വീര്യം പകരുന്ന കാവ്യസങ്കല്പങ്ങളാണ്. പൂർവികരായ സംഗീതജ്ഞരുടെ ഗാനങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് തൻ്റെ കാവ്യശക്തിയിൽ അഭിമാനിച്ച് ജീവിതയാത്ര നടത്താനാണ് കവി ആഗ്രഹിക്കുന്നത്. കാലമാകുന്ന മഹാമിഥ്യയെ അതിജീവിച്ച് കവി യാത്ര ചെയ്യുകയാണ്. അടുത്ത പ്രവർത്തനം ഈണത്തിൽ ചൊല്ലാൻ കവിതയ്ക്ക് ഈണവും താളവും കണ്ടെത്തി സംഘമായും ഒറ്റയ്ക്കും ചൊല്ലി അവതരിപ്പിക്കാനാണ്. അടുത്തത് വിശകലനം ചെയ്യാം. ഇന്നലെ പോയി മറഞ്ഞവരെല്ലാം ഇന്ന് ഉയർത്തി എഴുന്നേൽക്കുന്നത് എന്നിൽ. ഇന്നലെ അവർ പാടിയ രാഗസുന്ദരങ്ങളെല്ലാം ഗാനങ്ങളെല്ലാം എൻ വിഭജിതൻ തന്തികൾ തോറും ഇന്ന് അദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പിയെന്നും ഈ യാത്ര. അന്നു പാടിയ പാട്ടിൽ ഊനാലാടി മലയാളം, കൊഞ്ചലും കുറുമൊഴിയും പോയി കഥകൾ പലതോതി, നെഞ്ചണച്ചൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി. എൻ്റെ മലയാളം ONV. അപ്പോൾ രണ്ടും ONV കുറിപ്പിൻ്റെ രചനകളാണ്. ഈ രണ്ട് കാവ്യഭാഗങ്ങളിലും ആവിഷ്കരിച്ച ആശയതലമെന്ത് വിശകലന കുറിപ്പ് തയ്യാറാക്കുക. എന്നും ഈ യാത്ര എന്ന കവിതയിലും എൻ്റെ മലയാളം എന്ന കവിതയിലും പൂർവ്വ കവികൾ തൻ്റെ കാവ്യജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് ONV അവതരിപ്പിക്കുകയാണ്. അവർ പാടിയ സുന്ദരമായ ഗാനങ്ങൾ കവിയുടെ വിഭജികയുടെ തന്തിയിൽ ഗാനപുഷ്പങ്ങളെന്ന പോലെ അദൃശ്യ സാന്നിധ്യമാവുകയാണ് എന്നും ഈ യാത്രയിൽ പറയുന്നു. എൻ്റെ മലയാളത്തിലാകട്ടെ മലയാള ഭാഷയുടെ ബാല്യകാലത്തെ സൗന്ദര്യത്തെയും ലാളിത്യത്തെയും സൂചിപ്പിക്കുന്നു. കൂടാതെ ഭാഷയുടെ വളർച്ചയെയും എഴുത്തച്ഛൻ തുടങ്ങിയ പൂർവികർ നൽകിയ സംഭാവനകളെയും സ്മരിക്കുന്നു. ഇന്നലകളിൽ മറഞ്ഞവരുടെയെല്ലാം ഗാനങ്ങൾ കവിയുടെ ഉള്ളിൽ ഉയർത്തെഴുന്നേറ്റ് അവയുടെ അനശ്വരമായ ജീവിതം തുടരുന്നതായി പരോക്ഷമായി അവതരിപ്പിക്കുകയാണിവിടെ. ഇനി നമുക്ക് കവിയെക്കുറിച്ച് പരിചയപ്പെടാം. ONV കുറിപ്പ് ജീവചരിത്ര കുറിപ്പ് ചോദ്യപേപ്പറിൽ പൊതുവായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് പദസൂര്യൻ തരും, കാര്യങ്ങളൊക്കെ ചെറുതാക്കിയിട്ട് നമുക്ക് തരും. പക്ഷെ നമ്മളത് കൂട്ടി യോജിപ്പിച്ച് ഒരു ജീവചരിത്ര കുറിപ്പായിട്ട് എഴുതണം. അപ്പോൾ ONV കുറിപ്പ് ഒച്ചപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറിപ്പ് എന്നാണ് പൂർണ്ണനാമം. 1931 മെയ് 27 ജനനം. ജന്മദേശം കൊല്ലം ജില്ലയിലെ ചവറ. 1946 15-ാം വയസ്സിൽ ആദ്യ കവിതയായ മുന്നേറ്റം അച്ചടിക്കപ്പെട്ടു. മലയാളത്തിലെ ആധുനിക കവിതയ്ക്ക് ഭാവുകത്വപരമായ പൂർണ്ണത നിൽക്കുന്നതിനും കവിതയെ സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിനും മുന്നിൽ നിന്നവരിൽ പ്രമുഖനായിരുന്നു ONV. സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ്, വയലാർ അവാർഡ്, ആശാൻ പ്രൈസ്, ഓടക്കുഴൽ അവാർഡ്, പത്മശ്രീ, എഴുത്തച്ഛൻ പുരസ്കാരം, ജ്ഞാനപീഠ പുരസ്കാരം, പത്മവിഭൂഷൺ, വള്ളത്തോൾ പുരസ്കാരം തുടങ്ങി ഒട്ടേറെ അവാർഡുകൾ ലഭിച്ചു. അഗ്നിശലഭങ്ങൾ, അക്ഷരം, ഉപ്പ്, മാണിക്യവീണ, കറുത്ത പക്ഷിയുടെ പാട്ട്, സ്വയംവരം, ഭൂമിക്കൊരു ചരമഗീതം, ഭൈരവൻ്റെ തുടി, ശാന്തര പക്ഷികൾ, മൃഗയ, സ്വയംവരം, ഉജ്ജയിനി, മയിൽപീലി, അപരാഹനം, ഈ പുരാതന കിന്നരം തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. 2016 ഫെബ്രുവരി 13 അന്തരിച്ചു. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിലെ 3 പാഠഭാഗങ്ങളും വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു. അതിൻ്റെയൊക്കെ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് നാളെ കാണാം.